അപ്പോൾ നമ്മളിപ്പോൾ 3 ആപ്പിൾ അല്ല ഒരു ആപ്പിൾ ഇട്ട് അതുപോലെ തന്നെ 3 ക്യാരറ്റ് ഇട്ട് ഇനിയിപ്പോൾ ഒരു ക്യാരറ്റ് ബാക്കിയുണ്ട് 3 ക്യാരറ്റിൻ്റെ ജ്യൂസാണ് കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ ആ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ റൂമിൽ വന്നിട്ടുള്ളത്. ആ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സെറ്റപ്പിലൊരു വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് തടി കുറയ്ക്കണം, വയറ് കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അവസാന തീരുമാനത്തിലെത്തി. രാത്രിയിൽ ഫുഡ് കാര്യങ്ങൾ കുറച്ചിട്ട് ജ്യൂസും സലാഡും കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. അത് എത്ര ദിവസം വരെ അത് പോകുന്നൊന്നും അറിയില്ല, കാരണം ഇങ്ങനത്തെ ചിന്ത ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന ചിന്ത വന്നപ്പം നമ്മൾ ഒരു ജ്യൂസർ വാങ്ങണം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ അപ്പോൾ അതാ ഇംപെക്സ് എന്ന കമ്പനിയുടെ ഒരു ഫ്രഷ് ജ്യൂസർ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഐറ്റം ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജ്യൂസറിൻ്റെ അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂ റിയൽ ടൈമായിട്ട് നമ്മളിതാ ക്യാരറ്റ് അതുപോലെ തന്നെ ആപ്പിളൊക്കെ ജ്യൂസ് അടിച്ചിട്ട് എന്താണ് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോബാക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിൽ റിയൽ ടൈമായിട്ട് നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ജ്യൂസറിൻ്റെ മെയിൻ ബോക്സ് കേട്ടോ. ഇതിൻ്റെ നെയിം JR3510 എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 850 വാട്ട്സ് ഉണ്ട്. പിന്നെ കോപ്പർ മോട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ഇയർ വാറണ്ടി, പിന്നെ ISO സർട്ടിഫൈഡ് ആണ്. അപ്പം ഈ ഒരു സംഭവം നമ്മളിനി അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ബാക്കിൽ കുറേ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കണ്ട. ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സ്ട്രാ പാർട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എത്ര ജാറ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണുന്നത് ഇംപെക്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കാറ്റലോഗാണ് കാണുന്നത്. ഇതിൻ്റെ ഇംപെക്സിൻ്റെ ബാക്കിയുള്ള പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഇതിലുണ്ട്. പിന്നെ അത് വെക്കുക. പിന്നെ നമ്മൾ നോക്കുമ്പം ഇത് കണ്ടല്ലോ, നല്ല ഹൈ എന്താ പറയുക പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് തെർമോക്കോളിൻ്റെ അകത്താക്കിയിട്ടാണ് ഈ ഒരു സാധനം പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതാണ് തെർമോക്കോളിലുള്ള ഒരു സെറ്റപ്പ്. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ നോക്കാം. അപ്പോൾ തെർമോക്കോളിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ മെയിനായിട്ടൊരു ഇതുപോലത്തെ ഒരു ജ്യൂസ് കപ്പാണുള്ളത്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കാണ്, ഈ ഒരു കപ്പിലേക്കാണ് അത് വരിക. അതിൻ്റെ അകത്തൊരു ചെറിയ ബ്രഷ് കാണുന്നുണ്ട്. മേ ബി ഇത് ക്ലീൻ ആക്കാനുള്ള സംഭവമായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്ത ഇംപെക്സിൻ്റെ ആ ഒരു ജ്യൂസ് എക്സ്ട്രാക്ടർ കേട്ടോ. ഇതിലിതാ മെയിനായിട്ട് 2 സ്പീഡ് മോഡാണുള്ളത്, 1, 2. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ലോക്ക് സിസ്റ്റമാണ്. ഇതുണ്ടോ, ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് ഇത് അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ അത് ലോക്കായി കിട്ടും. ഇതിൻ്റെ നല്ല തിന്നായിട്ടുള്ള നല്ല ഷാർപ്പനായിട്ടുള്ള ബ്ലേഡുകളുള്ള ഒരു നെറ്റാണിത്. ഇത് പ്ലേസ് ചെയ്യാനതാ ഇതിവിടെ അങ്ങനെ ജസ്റ്റ് സിമ്പിൾ വെക്കുക. അതിനുശേഷം ഈ സാധനത ഇതിവിടെ വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു നെറ്റ് ഇതിൻ്റെ അകത്തേക്ക് ലോക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആസ് യൂഷ്വൽ ഈ ഒരു കവർ കൊണ്ട് മൂടിയതിന് ശേഷം ഈ ഒരു ലോക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായി. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഇതിൻ്റെ അകത്തേക്ക് വീഴും. ജ്യൂസ് വെള്ളം ഇതിൻ്റെ അകത്ത് കൂടെ നമ്മൾ ആ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ കൂടെ തന്നെയുള്ള ആ ഒരു ജഗ്ഗിൻ്റെ അകത്തേക്കാണ് വരിക. അപ്പോൾ എന്തായാലും ഈ ജ്യൂസിൻ്റെയും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവർക്കും അറിയുമെന്ന് അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാരറ്റും കാര്യങ്ങളും ഇട്ടിട്ട് നല്ല രീതിയിൽ അത് എന്താ പറയുക വെള്ളം അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് കിട്ടുന്നുണ്ടോ നോക്കട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയ പീസ് ആപ്പിളും കേക്ക് വെച്ചിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ജ്യൂസറിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കി വെക്കാം. മെഷീൻ ഓണായിട്ടുണ്ട് കേട്ടോ. മെഷീൻ ഓണായിട്ട് ഓവർ സൗണ്ടൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോവാണ്. ഇതുണ്ടോ ജ്യൂസ് വെക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് നിന്ന് അറിയുന്നത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഓവർ ഇത് വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ 3 ആപ്പിൾ അല്ല ഒരു ആപ്പിൾ ഇട്ട് അതുപോലെ തന്നെ 3 ക്യാരറ്റ് ഇട്ട് ഇനിയിപ്പോൾ ഒരു ക്യാരറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടികൾ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടോ. ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൗണ്ടുകൾ കേട്ടില്ലേ, ഓവറായിട്ടുള്ളൊരു നോയ്സ് ഇല്ല. അതുപോലെ തന്നെ അപ്പോൾ ജ്യൂസ് ഉണ്ടോ, ഇതിൽ ഏകദേശം ഫുള്ള് ജ്യൂസ്
ഒരു 3 ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഈ കാണുന്നത്. 3 ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ആപ്പിളുമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതാക്കണേ പ്രവീൺ മച്ചാനാണ് നമുക്ക് ഈ ഒരു ജ്യൂസർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിടിച്ചൊക്കെ എന്താ അവസ്ഥ? ഇനി രസമില്ലെങ്കിൽ ടോപ്പെന്ന് പറഞ്ഞാ ശരിക്കും കൂടിയാ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇംപെക്സിൻ്റെ ഈ ഒരു ഐറ്റം, ഈ ഒരു ജ്യൂസർ വാങ്ങിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം കിടിലനാണ്. വലിയ ആപ്പിളൊക്കെ ഒറ്റ ആപ്പിൾ അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഇടാൻ പറ്റും, മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് മുറിച്ചിട്ടിരുന്നു, രണ്ടാമത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ്, കാരണം അത്ര വലിയ ഒരു ഗ്യാപ്പ് അതിലുള്ളത്, വലിയൊരു ഇതാണ് ഉള്ളത് ജ്യൂസറാണ്. അപ്പോൾ എന്തായാലും സെറ്റാണ്. അപ്പം നമ്പർ മറക്കണ്ട, JR3510 അതിൻ്റെ മോഡൽ നമ്പർ വരും. അപ്പോൾ ഓക്കെ, മറ്റു നല്ല കിടില വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.